അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമമാണ്. ഇന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് തൈ കൊടുക്കലായിരുന്നു. തെങ്ങും തൈ, പ്ലാവ് തൈ, റംബുട്ടാൻ തൈ. അതിന് പുറത്ത് ഇവിടെ ഒരു വീട് ഒരു പാവപ്പെട്ട കുടുംബത്തിനുള്ള ബഹുമാനപ്പെട്ട മന്ത്രി സിദ്ദീഖന്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ആ കുടുംബത്തിന്റെ അഡ്രസ്സ് സിദ്ദീഖ എത്തിച്ചെന്നപ്പോൾ ഞങ്ങൾ വിശദമായി അന്വേഷിച്ചു. 100% അർഹതപ്പെട്ട കുടുംബം എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോൾ അതിലേക്കുള്ളൊരു വീടിന്റെ താക്കോൽ കൊടുക്കലാണ്. എവിടെ നമ്മൾ സിദ്ദീഖ് സാഹിബ് ഇങ്ങോട്ട് വിളിച്ച്. അപ്പൊ നമ്മളെ AAK സിദ്ദീഖ് സാഹിബിന്റെ വകയെന്ന് ഇന്ന് എല്ലാ വീട്ടുക്കുള്ള തെങ്ങും തൈയും AK സിദ്ദീഖ് സാഹിബിന്റെ വകയിന്ന് എല്ലാ വീട്ടുക്കുള്ള തൈകൾ കൊടുക്കല്. ഇൻഷാ അല്ലാഹ് തെങ്ങും തൈയും പ്ലാവ് തൈയും റംബൂട്ടാൻ തൈയും. ചേച്ചി കിട്ടിയില്ലേ? ഇൻഷാ അല്ലാഹ് അതാണ് ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യണ. മറ്റേ പെങ്ങളുട്ടിയാണ്. ഓല അനിയത്തി അട്ടത്തിമാരൊക്കെ ആവട്ടെ. ഇൻഷാ അല്ലാഹ് വേം വരി. ഇന്ന് ജുമയാണ്, നമുക്ക് വേം പോണം. അല്ല, ഏട്ടന് കിട്ടിയില്ലേ? ഇത് ഇവിടുത്തെ ഒരു മനുഷ്യസ്നേഹ കേട്ടോ. ഏട്ടന്റെ പേരെന്താ? സന്തോഷേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ സന്തോഷേട്ടന് എല്ലാരും അപേക്ഷ കൊടുത്തു. എല്ലാരും സന്തോഷേട്ടനെ പരിഗണിച്ചില്ല. ഞങ്ങൾ സന്തോഷേട്ടനെ പറ്റി അന്വേഷിച്ച്. അപ്പൊ സന്തോഷേട്ടൻ അതിന് അർഹതപ്പെട്ട അവകാശിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യായി. ഈ അർഹതപ്പെട്ട അവകാശിയാണെന്ന് ബോധ്യായി. അപ്പൊ ഞങ്ങള് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിനും ആ വീട് എന്ന സ്വപ്നം പൂവണിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലേ? സന്തോഷമായില്ലേ ഏട്ടാ? അപ്പൊ പ്രാർത്ഥന ഉൾപ്പെടുത്ത ഇതിലേക്ക് നമുക്ക് സഹായിച്ചെന്നവർക്കൊക്കെ പ്രാർത്ഥിക്കാം. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇനി ഇതിന്നൊക്കെ രക്ഷപ്പെട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായമാതിരി ദുരന്തം ഇല്ലായിരിക്കട്ടെ. ഇനി നമ്മൾ രക്ഷപ്പെട്ട് മക്കളാലൊക്കെ സാമ്പത്തികമൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ ഇതേമാതിരി പാവങ്ങളെ സഹായിക്കാം. നമുക്ക് അതല്ലേ ഉള്ളൂ ചെയ്യാൻ. അല്ലേ? ബാങ്ക് കൊടുക്കണേ സിദ്ദീഖ് സാഹിബേ. ബാം പേര് അപ്പൊ നമ്മളെ സിദ്ദീഖ് സാഹിബിന്റെ ബുക്കും പടച്ചമ്പരനെ ബുക്കും. സിദ്ദീഖ് സാഹിബിന്റെ പൊന്നു മക്കളാണ്. ഏട്ടന്മാരും അനിയന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു അനിയനാണ്. എവിടെ ഏട്ടൻ കാക്ക? വാപ്പുപോയി. യാക്കൂബ് സാഹിബ് ഇങ്ങോട്ട് വരി. ഇവിടുന്നാണ് കൊടുത്താളി. ഇവിടെ മുനേറേ ഇവിടുന്ന് കൊടുക്കി. ഇതാണ് കൊടുത്തിട്ടുണ്ട്. മതി 17 ഈ കൊടുത്തിട്ടുണ്ടേ. മക്കളായിട്ട് ഷഫീഖ് സാഹിബും നമ്മളെ AK സിദ്ദീഖ് സാഹിബിന്റെ മക്കളും പാടാണ് കൊടുക്കുന്നത്. ഷഫീഖ് സാഹിബ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാല് പോയതാണ്. എന്നാലും ജനസേവനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യസ്നേഹമാണ് ഞങ്ങളെ കൂടപ്പറപ്പ്. മളെ കുറച്ചും ഇങ്ങോട്ട് ഇതാന്റെ പുതിയപ്പള. ഇൻഷാ അല്ലാഹ് പ്രായത്തല്ലേ, ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടാ. കൊടുക്കുക അതല്ല, ഓലാണ് കൊടുക്കണ്ടേ നമ്മളെ മക്കള്. ബാഗ് കൊടുക്കി. ഇതാണ് ഒരാള്. എന്റെ കുട്ടിയുടെ പേരെന്താ? ഇസാനാണ്. ഒന്ന് നന്ദു. റംദാനെ രണ്ടാം പാടെ കൊടുത്താണ്. ഷഫീഖ ആണിച്ചിട്ട് അതേ അല്ല, ഇത് ലൈവാണേ. കൊടുക്കി. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ 2 കുഞ്ഞു മക്കള് സന്തോഷത്തോടെ ജീവിക്കട്ടെ. അവസ്ഥ വല്ലാത്ത സങ്കടത്തിലേന്ന്. ഓലെ സ്വന്തമായിട്ടൊരു വീട് പറഞ്ഞ ഏറ്റവും പോലെ ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി ഒരു ചെറിയ റേഷൻ പീടിയിൽ ജോലിയാണ്. മൂപ്പരാളാണെങ്കിലും ഒരു സുഖമില്ലാത്ത ആളും കൂടിയാണ്. നേരത്തെ നമ്മൾ അന്വേഷിച്ചിടത്തോളം അവിടുത്തെ എല്ലാ മഹലിലെ ആൾക്കാരും വാർഡ് മെമ്പറൊക്കെ നമുക്ക് തന്ന നിർദ്ദേശം, മോനക്ക് ഏറ്റവും അർഹതപ്പെട്ട കുടുംബമാണ് നിങ്ങൾ കൊടുക്കണ കഴിയുമെങ്കിൽ 100 വട്ടം. അപ്പൊ നമ്മളെ സിദ്ദീഖ മന്ത്രി സാറിന് ഒരു ബിഗ് സല്യൂട്ട് അടിക്കാണ്. അർഹതപ്പെട്ടൊരു കുടുംബത്തിനെ നമ്മളെ ഏൽപ്പിച്ചില് നമ്മൾ അവർക്ക് ആ വീടിന്റെ സ്വപ്നം പൂവണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ സഹായിച്ചവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ സന്തോഷമായില്ലേ? എന്താ നമ്മളെ പറയുള്ളത്? ഒരുപാട് സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചല്ല കിട്ടുന്നത്.
അപേക്ഷ കൊടുക്കുമ്പോഴും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇതിന് രണ്ടാളോടെ നന്ദി പറയുള്ളൂ. ഒന്ന് എന്റെ കുട്ടികളെ പരിചയപ്പെടുത്തി തന്നെ സിദ്ദീഖാനോട്. നമ്മുടെ ഉപ്പുവാറുള്ള റിയാസ്ക ഒരാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ഏതാ റിയാസ്ക? നമ്മുടെ പള്ളിന്റെ അടുത്തുള്ള ഉപ്പുവാറ് പള്ളിയിൽ അങ്ങനെ ഒരു മനുഷ്യ സ്നേഹി കാണാൻ വേണ്ടി വന്നിരുന്നു. ആ മനുഷ്യ സ്നേഹിക്കും ആവട്ടെ. പിന്നെ നമുക്കിത് നിർമ്മിച്ചെന്ന ആൾക്കും, ഈ വീട് നിർമ്മിച്ചെന്ന ആൾക്കാണ് ഇതിൽ ഏറ്റവും വലിയ പുണ്യം കൊടുക്കണ്ടേ അല്ലേ? അവർക്കാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. മറ്റവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്നുള്ളൂ. പക്ഷെ ഇത് നിർമ്മിച്ചെന്നില്ലേ, ആ മനുഷ്യന് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക കേട്ടാ അല്ലേ? സന്തോഷമല്ലേ? നിന്റെ കുട്ടികള് ഇവരോട് രണ്ടാളെ പറയാനുള്ളത്. ഇവര് രണ്ടാളെന്നാൾ എനിക്ക് പറയണ്, ഞങ്ങള് മനുക്ക വലുതായി പഠിച്ച് വളർന്ന് വലിയ ബിസിനസ്സുകാരും വലിയ ജോലിക്കാരൊക്കെ ആവുമ്പോ ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുക. ആ സഹായിക്കുന്നിടത്ത് ജാതി മതം രാഷ്ട്രീയം എന്റെ മക്കള് നോക്കരുതെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും നോക്കൂലാർക്കണം അല്ലേ? എങ്ങനെ പറഞ്ഞു? മനുഷ്യരെ സഹായിക്കുക അല്ലേ? ഇപ്പൊ സന്തോഷമായ സ്വന്തമായിട്ട് ഇനി ഒരു വാടകക്കാരൻ ഇറങ്ങിപ്പോകാൻ പറയില്ലോ. ഇനി നമ്മൾ ചുരമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ? അതിന്റെ മക്കൾ പ്രാർത്ഥിക്കണ്ടാ. എനിക്ക് സന്തോഷമായ പുതിയ വീട്ടില് പുതിയ കട്ടില, പുതിയ ബെഡ്, പുതിയ ഫാന്, പിന്നെ പുതിയ ഗ്യാസ് അടുപ്പ്, എല്ലാം പിന്നെ തെങ്ങുതൈയും പിലാത്തയും ഒക്കെ കിട്ടിക്കണ് ഇല്ലേ? എല്ലാം സന്തോഷമായില്ലേ? എന്നാ കൈയോടി. ഇനി പാത്രങ്ങളൊക്കെ വരാണ്ടിട്ടാ. പാത്രങ്ങളൊക്കെ വരാണ്ട്. നമ്മള് കരുനാഗപ്പള്ളിയുള്ള രാജധാനി ജ്വല്ലറിന്റെ വക, ഷാജഹാൻ ഖാന്റെ വക നമുക്ക് എല്ലാ വീട്ടിലും പാത്രങ്ങളുണ്ട് കേട്ടാ. ആയിക്കോട്ടെ നമ്മളെ. ഓക്കെ ഏട്ടാ. ഷെഫിക്ക എന്താ പറയാനുള്ളത്? നമ്മളിപ്പോ മാനുക്കാന്റെ ഈ വീട് കൊടുത്ത ഏരിയയിലും അപ്പുറത്ത് ജമിയത്തിന്റെ കൂടി കൂട്ടിയിട്ട് ഒരു ജുമയ്ക്കുള്ള കുടുംബമാണ്. ഇനി അപ്പുറത്ത് തൊട്ടപ്പുറത്ത് 10 വീട് പണി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പള്ളിയായി. അതെ അതെ അതെ. അയക്കുന്നൊരു ക്ലോക്ക് ഒരു പെങ്ങളെ വക, ഉമ്മച്ചിന്റെ കൂടപ്പറപ്പായ ഒരു പെങ്ങളെ വക ഒരു ക്ലോക്കും തന്നില്ലേ സമയത്തിന് നോക്കണേ. അതെ അതെ. അത്രയും സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ജാതി മതം നോക്കാതെ ഒരുപാട് ആളുകൾ. എന്ത് ജാതി? ഇപ്പൊ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോ ജാതി നോക്കിയ മനുഷ്യന്റെ അവസ്ഥ എന്തേന്ന്? എല്ലാരും കൂട്ടത്തോടെ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തിട്ടുണ്ട് അല്ലേ? മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും ഒക്കെ മതമില്ലാത്തവനെയും കൊണ്ടുപോയിക്കാണ്ട് എവിടെ ചെയ്ത് ഒറ്റ പറമ്പില്. ഈ രണ്ടിന്റെ ഇടയില് ക്ഷേത്രമുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അതാ ചർച്ച്. അതാണ് മൂന്നും. അതായത് ഈ നമ്മളിപ്പോ ഈ നിർമ്മിച്ച 54 വീടിന്റെ അവിടെ ക്ഷേത്രമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, നമ്മൾ ക്രിസ്ത്യൻ ചർച്ചുണ്ട്. 3 അടുത്തടുത്ത്. ആ 3 വിഭാഗത്തിന്റെ പിന്തുണ ഇതിന് ഫുള്ള് കിട്ടുകയും ചെയ്തു അല്ലേ? ക്ഷേത്ര കമ്മിറ്റിന്റെ വക നമുക്ക് ഫുള്ള് പിന്തുണ ഉണ്ടായിരുന്നു. ചർച്ചിന്റെ വക അച്ഛനും ടീമും ഫുള്ള് ഹെൽപ്പുണ്ട്. മുസ്ലിം ടീമും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അതിന്റെ മനുഷ്യന്മാരെ നമ്മൾ സെലക്ട് ചെയ്തുള്ളൂ. ജാതി നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തില്ല. അത് നമുക്ക് അർഹത ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ദുരന്തമൊക്കെ കാണിച്ചത് എന്തിനാ? എന്ത് ജാതിയുടെ ഒന്നാ പടച്ചു ചോദിച്ച് മനുഷ്യരെ ഒന്നിച്ച് കൂട്ടത്തോടെ എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ പോയി. പലരും കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട് പോയി കിടക്കുന്നത് ഒരു പറമ്പില്. അവിടെ സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടട്ടെ ഇല്ലേ? അതെ, ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ഷെഫിക്ക, താങ്ക്സ്. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് ഈ സ്ഥലം ഞങ്ങൾക്ക് എടുത്തുന്നത് കുറ്റൂര് അബ്ദുറഹ്മാൻ ഹാജി പറഞ്ഞ മനുഷ്യസ്നേഹിയാണ്. ഹാജിക്കാണ് ആദ്യം 1 ഏക്കർ 60 സെന്റ് എടുത്തത്. അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതേമാതിരി എന്റെ ഏട്ട അലി മൊയ്തീൻ എന്ന ഏട്ടനും എടുത്തുതന്നു 60 സെന്റ്. അതിൽ 10 വീടിന്റെ വർക്ക് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ കൊല്ലം അൻസാരിക്ക, കരുനാഗപ്പള്ളിയുള്ള അൻസാരിക്ക, ഞങ്ങളെ എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ നമ്മളെ വെച്ച് സമീപിച്ച് 20 വീട് നമ്മൾ വെക്കം മനസ്സാഹിബ് സ്ഥല സൗകര്യം ചെയ്തു തരാണെങ്കിൽ പറഞ്ഞു. അങ്ങനെ അൻസാരിക്കാനെ സംസാരിച്ച് കൊല്ലം കരുനാഗപ്പള്ളിയുള്ള ദുബായിലുള്ള അൻസാരിക്കാന്റെ വക 1 ഏക്കർ നമുക്ക് തന്നു. അതിലും അവരെ വീട് പണി, എല്ലാ വീട് പണി ഏകദേശം പൂർത്തീകരിച്ചു. 31-ാം തീയതി, ഈ മാസം 31-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി BD സതീശൻ മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൂടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ പിന്നെ നേതാക്കന്മാരും ആ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അറിയിക്കുകയാണ്. അതിന്റെ സമയം നമ്മളെല്ലാവരും അറിയിക്കും. എല്ലാവരും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും ഇത് വീട് വെച്ചെന്ന ആൾക്കാരും നമുക്ക് ഇതിലേക്ക് ഫാനും കുക്കറും ഗ്യാസ് അടുപ്പും തന്ന ടീമും അതേമാതിരി നമ്മൾ ദാസേട്ടനെയും പ്രഭാകരേട്ടനെയും നമ്മളെ അച്ചായന്മാരെയും അവരൊക്കെ നമ്മളതിൽ കൂടെ സഹായിച്ചെന്നാ എല്ലാവരും നമ്മൾ ക്ഷണിക്കും. ഇതിൽ കിണറുകള് ഒരുപാട് ആള് കിണറുകൾ കളച്ചെന്നിട്ടുണ്ട്. നമ്മളെ ഉബൈദക്കാരൻ നെല്ലൂര്, കുറ്റിപ്പുറം ബിസിനസ് പേ ഗ്രൂപ്പ്, അങ്ങനെ കുറെ ടീം നമുക്ക് കിണർ കളിച്ചിട്ടുണ്ട്. അവരെല്ലാരും നമ്മൾ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് വെച്ച് നമുക്ക് ഇവിടുന്ന് നാട്ടിക്ക് ഇറങ്ങണം. അതുവരെയുള്ള വയനാട്ടിലുള്ള ഈ സ്ഥിര യാത്ര എന്ന് ഒന്നരാടം വരും ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാട്ടിൽ സമാധാനമായിട്ട് വരാം. ഇവരെ സന്തോഷം കാണാം. ഇനിയിപ്പോ ഗൾഫ് മലയാളി ഫെഡറേഷന്റെ വക ഇവർക്കൊക്കെ ഓണത്തിന് എന്തൊക്കെയാ സാധനം ഉണ്ട്. നമ്മളെ
ഈ പിലാത്തായി തന്നെ നമ്മളെ AK മുസ്തഫാന്റെ വക നമുക്ക് ഇതിലേക്ക് കിറ്റും ഓഫർ ചെയ്തിട്ടുണ്ട് ഓണത്തിനുള്ള എല്ലാ വീട്ടുക്കുള്ള ഇൻഷാ അല്ലാഹ് പരസ്പരം സ്വീകരിക്കട്ടെ ഏതായാലും.